നമസ്കാരം. കാര്യം വീര്യം ഗംഭീരം കോണം കണ്ട ചാണം പോലെ. ഇത് പണ്ടത്തെ ഒരു പഴഞ്ചൊല്ല. അത് പുറമേ നല്ല പോളിഷൊക്കെ ആവും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാണ്ട് അതിൽ വൾഗാരിറ്റി ഒന്നുമില്ല. ജസ്റ്റ് എ മൂമെൻറ്റ്, ജസ്റ്റ് എ മിനിറ്റ്. എൻ്റെ കമ്പിയായിട്ട് ബന്ധപ്പെട്ടുള്ള അതാണല്ലോ എൻ്റെ ഒരു ഇത്. അത് മറ്റൊരു ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ചാനലിൻ്റെ അടിവേര് മാന്തി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഞാൻ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ, കാരണം വാണിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കമ്പി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരു ചാനലിലൂടെ ഞാൻ പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യും. അപ്പോൾ അത് കാണുന്നവർ അതിൽ കയറി ശാമ്പിക്കുക, അല്ല കണ്ടോളി. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു നിർത്തി. കാര്യം വീരം ഗംഭീരം കോണം കണ്ട ചാണം പോലെ. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം NH-66 കന്യാകുമാരി ടു പനവേൽ മുംബൈ വരെയുള്ള റോഡാണ്. അതാണ് പോട്ടത്തിൽ കാണാൻ എന്തൊരു ഭംഗിയാണ്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഇച്ഛാശക്തി, കേന്ദ്രത്തിൻ്റെ പൈസ, ഒരു ഇടവഴി നന്നാക്കിയാൽ കുന്നിൻ്റെ മുകളിൽ നിന്ന് കാലിൻ്റെ ഇടയിലേക്കുള്ള റോഡ് 2 കിലോമീറ്റർ നന്നാക്കാൻ 10 ലക്ഷം അനുവദിച്ച ബഹുമാനപ്പെട്ട മെമ്പർക്ക് അഭിവാദ്യങ്ങൾ. ഇവൻ്റെ തന്തക്ക് സ്ത്രീധനം കിട്ടിയ പൈസ അത്, അല്ലെങ്കിൽ ഇവൻ്റെ 5 ഏക്കർ പറമ്പ് കിട്ടിയ പൈസ, ജനങ്ങളുടെ പൈസയാണത്. അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പണം, സംസ്ഥാന സർക്കാരിൻ്റെ ഇച്ഛാശക്തി, എത്ര ആൾക്കാരായിരുന്നു ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുത്ത്. പോട്ടം ഭംഗിയുണ്ട് സംഭവമൊക്കെ. ഇതിപ്പോൾ 3-4 സ്ഥലത്താണ് പൊളിഞ്ഞാടി ചാടിയത്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 1 കിലോമീറ്ററിന് 100 കോടിയാണ് എക്സ്പെൻസ്. ഈ പണി നടത്തുകയെന്ന് പറഞ്ഞാൽ, പിന്നെ വേറൊരു കാര്യം, ഇതൊക്കെ പൊളിഞ്ഞാടിയപ്പോൾ മന്ത്രി റിയാസ് ഉടനെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് പഴയൊരു കഥ ഓർമ്മ വരും. പണ്ട് മലപ്പുറം മുണ്ടുപറമ്പിൽ ട്രാൻസ്ഫോർമർ പൊട്ടിത്തെറിച്ച് കുറച്ച് അപകടം, ആരൊക്കെ മരിക്കുക എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ പത്രക്കാർ അന്ന് വൈദ്യുതി മന്ത്രിയായിട്ടുള്ള ആയിരുന്ന ആര്യേടൻ്റെ അടുത്ത് ഓടിച്ചത് എന്തോ അത് ഞാൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന്. അത് പിറ്റേ ദിവസം പത്രത്തിൽ വന്നപ്പോൾ ഞാൻ ചായ കുടിക്കണ ഫീഡിൽ നിന്ന് ഒരാൾ പറഞ്ഞേ, റിപ്പോർട്ട് കിട്ടിയിട്ട് ഓനെന്തോ വിലക്ക മനസ്സിലായ റിപ്പോർട്ട് വായിച്ചിട്ട്. റിപ്പോർട്ട് കിട്ടിയ അതിൽ എന്താ എഴുതിക്കുന്നത് വായിച്ചാൽ മനസ്സിലാവേണ്ട കാര്യമുണ്ടേ. അനങ്ങിയ ഉത്തരവിട്ടുകൾ അല്ലെങ്കിൽ റിപ്പോർട്ട് ആവശ്യപ്പെടും. ഇതൊക്കെ ഒരു സ്ഥിരം പല്ലവിയാണ്. ഈ കേന്ദ്രത്തിൻ്റെ പൈസയാണ്. കേന്ദ്രം ഇങ്ങനെ വെറുതെ തള്ളിത്തരണതൊന്നുമല്ല. നമ്മൾ 1 കിലോ ഉപ്പ് മേടിച്ചാൽ വരെ നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട്. നമ്മളുടെ പൈസ ഈ നമ്മളുടെ ഇത് ഓരോ ബഡ്ജറ്റിൽ ഇതാക്കിയിട്ട് ഈ ഫണ്ടായിട്ട് നമുക്ക് തന്നെ തിരിച്ചു തരുന്നത്. വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഇവരുടെ ആരും വീട്ടിലെ പൈസ അല്ല. നമ്മൾ ഓരോ സംഗതിക്കും നികുതി കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. കൊടുത്തതിൻ്റെ മുകളിൽ പിന്നെ നികുതി കൊടുക്കുന്നുണ്ട്. ഈ പണമൊക്കെയാണ് ചിലവാക്കണം. എന്നിട്ട് അതായത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു സ്റ്റഡി ഇവർ നടത്തിയിട്ടില്ല. കുറേ കൊല്ലങ്ങളായി ഇത് പഴയ ഹൈവേ ഇതിലെ പോയിക്കൊണ്ടിരുന്നത്. NH-17 ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഇതിൻ്റെ ഒപ്പം നടന്ന് ഇങ്ങനെ കുഴൽ പിടിച്ചൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് വളാഞ്ചേരി ഇങ്ങനത്തെ ടൗണുകളൊക്കെ ഒഴിവാക്കി ഒരു റോഡ്, പിന്നെ 1 കിലോമീറ്ററിന് 100 കോടിയാണല്ലോ ശരിക്കും. അപ്പം ഞാൻ ചെറിയൊരു കാര്യം കൂടി പറഞ്ഞുതരാം. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൻ ബിടെക് ഇവിടെയാണ് ചെയ്തത്. മണ്ണ് സംബന്ധമായിട്ടുള്ള പഠനമാണ്. ആ കോഴ്സിൻ്റെ പേര് എനിക്കറിയില്ല. MTech ചെയ്തത് കാനഡയിലാണ്. അവിടെ തന്നെ അവന് ജോലിയും കിട്ടി. അവിടുത്തെ ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. നമ്മുടെ 1 കിലോമീറ്റർ റോഡാണ്ട് ചെയ്യണമെങ്കിൽ 1 കിലോമീറ്റർ റോഡ് മണ്ണാണ്ട് പരിശോധിക്കും. മണ്ണിൽ പശയുണ്ടോ, എങ്ങനത്തെ മണ്ണാണ് അവിടെ, എത്ര ഏതൊക്കെ രീതിയിൽ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് അവിടെ പണിയുണ്ടെന്നൊക്കെ അവർ ഡിസിഷൻ എടുക്കണം. കാരണം ഒരു 100-150 കൊല്ലം അപ്പുറത്തേക്കാണ് അവർ കാണുന്നത്. ഇവിടുത്തെ കള്ളന്മാർ കാണുന്നത് അങ്ങനെയല്ല. കിലോമീറ്റർ 100 കോടി, അതെങ്ങനെ അടിച്ച് മാറ്റി ഇത് പഞ്ചസാര പണി എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ അലിഞ്ഞു പോണ പണി ചെയ്ത് ബില്ല് പാസ്സാക്കി എടുക്കാമെന്നാണ്. ഇവിടെ ഒരു ചെറിയൊരു ഇടവഴി 1 ലക്ഷം രൂപേൻ്റെ ഒരു വർക്ക് നടന്നാൽ
കമ്മീഷനായിട്ടും കട്ടും ഒക്കെ പോയിട്ട് ഒരു 30 രൂപയാണ് ആ പ്രൊജക്റ്റിന് ചിലവാക്കുള്ളൂ. എന്നെ കേന്ദ്രം ഇപ്പം ഞാൻ വലിയൊരു സംശയം എനിക്ക്, അതിശക്തമായിട്ടുള്ള കാലവർഷം വരാൻ പോവുക. ഇപ്പം തന്നെ 3 സ്ഥലത്ത് 4 സ്ഥലത്താണ് പൊട്ടി. ഈ കേരളത്തിലുടനീളം ഇങ്ങനെ ഹൈവേ പൊട്ടുകയാണെങ്കിൽ ഒരു ബദൽ ഗതാഗത സംവിധാനം ഇവിടെ ഉണ്ടാകും. നമ്മുടെ കേരളത്തിലെ ഗതാഗതം താറുമാറാവും. പിന്നെ എങ്ങനെ ഒരു കാസർഗോട്ടുള്ള ഒരു സ്ഥലം തിരുവനന്തപുരത്ത് പോകാൻ പറ്റും? ഇപ്പോൾ വേഗത്തിൽ പോകാനാണല്ലോ ഈ സാധനം പണിത്. പഴയ കാളവണ്ടി യുഗത്തേക്ക് എത്തും. നടന്നാട് പോകേണ്ടി വരും ഒരു കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ. എന്ത് സെക്യൂരിറ്റിയാണ് ഈ അതിശക്തമായ മഴ പെയ്യുമ്പോൾ ഈ സർവീസ് റോഡ് വളരെ അടിയിലും ഹൈവേ മുകളിലും? എന്ത് വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഈ സർവീസ് റോഡിൽ കൂടി യാത്ര ചെയ്യുക? ഇനി ഒരൊറ്റ ചോദ്യം കൂടി, ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് വെറുതെ തള്ളിത്തരുമെന്നുള്ള ഇവർ വളവിന് ടോൾ ബൂത്ത് ഉണ്ടാവും. ഇപ്പോൾ പാലിയേക്കര ടോൾ ബൂത്ത് നമ്മൾ കണ്ടില്ലേ, നമ്മളെയൊക്കെ പിടിച്ച് പറിക്കണം. എന്തെങ്കിലും സൗകര്യം ഒരുക്കിയിട്ടാണ് ഹൈവേയിൽ അവർ ഈ പൈസ പിടിച്ച് പറിക്കണത്. ഒരു വൺ വേ തന്നെ എത്ര രൂപ വരെ ഒരു കാറിന് വാങ്ങുന്നുണ്ട്? ഇത് തന്നെയാണ് ഇവിടെ നടക്കാൻ പോണത്. അല്ലാണ്ട് നമ്മളെ നന്നാക്കാൻ കൊണ്ടുവരുന്ന റോഡൊന്നുമല്ല. പക്ഷെ എൻ്റെ ഭയം അതല്ല. ഈ റോഡ് ആക്റ്റീവായാലും ടൺ കണക്കിന് ഭാരമുള്ള വണ്ടികളാണ് അതിൽ പോകാൻ പോകുന്നത്. ഈ മലപ്പുറം കൂരിയാട് ആ ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കറക്റ്റ് എന്നും അതിലേ പോണതാണ്. നല്ല ഹൈറ്റിൽ റോഡുണ്ടാക്കി അവിടെയൊക്കെ വെറും ചതുപ്പ് പോലത്തെ നിലങ്ങളാണ്. അവിടെയൊക്കെ ശരിക്കും പില്ലർമേൽ ഫ്ലൈ ഓവറാണ് ഉണ്ടാക്കേണ്ടിയിരുന്നത്. അവിടെ ഒരു നല്ലൊരു മഴ പെയ്താൽ അവിടെയൊക്കെ വെള്ളം പൊങ്ങി കായൽ പോലെ ആകുന്ന സ്ഥലങ്ങളാണ്. അപ്പോട്ടെ ഇത്രയും വലിയ കൂറ്റൻ ഹൈറ്റിൽ റോഡങ്ങാണ് നിർമ്മിച്ചിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ വെക്കണം. എന്തോരം ഇങ്ങനെ റൗണ്ടിലുള്ള സാധനം, പിന്നെ ഒരു ഇരുമ്പിൻ്റെ നെറ്റ് പോലത്തൊക്കെ വെച്ചിട്ടാണ് മണ്ണാണ്ട് ഫില്ല് ചെയ്ത് ടാറൊക്കെ ആണ്ട് ചാമ്പി ആണ്ട് പോട്ടെടുക്കുക. കാണാൻ നല്ല അഴകാണ്. ഞാൻ പറഞ്ഞില്ലേ, കാര്യം വീരം ഗംഭീരം കോണം കണ്ട ക്ഷണം പോലെ. ലാസ്റ്റ് എന്തായെന്നറിയാം, നമ്മുടെ നാട്ടിൽ ഈ സംഭവം കൊളാകുമ്പോൾ പൊങ്ങച്ചം പറയരുത്. പണി ആത്മാർത്ഥമായിട്ട് എടുക്കണ പണി ആത്മാർത്ഥമായിട്ട് എടുത്തിട്ടില്ല. കഴിവേറി തിന്നതിൻ്റെ ഫലമാണിത്. അത്ര എനിക്ക് പറയാനുള്ളത്. കാത്തിരുന്ന് കാണാം ഈ അടുത്ത കാലവർഷം വരെ ഏതൊക്കെ ഭാഗത്ത് ഹൈവേ ഉണ്ടാവുമെന്ന്. കടുക്കരിൻ്റെ തള്ള്, റിയാസ് മരുമേൻ്റെ തള്ള്. ഇപ്പം ആരും പിതൃത്വം തന്തയാവില്ല, മിണ്ടല്ലാരും. റിപ്പോർട്ടൊക്കെ ചോദിച്ച് മാളത്തിൽ വിളിച്ചേക്കും. അപ്പോൾ നമസ്കാരം. അപ്പോൾ കമ്പി വീഡിയോ മറ്റേ ചാനലിലുണ്ട്, പിൻ ചെയ്യാം. ഏത് ലിങ്ക്? നമസ്കാരം.